ലീഡേഴ്സ് മോർണിംഗിൽ നമുക്ക് അതിഥി എത്തിയിരിക്കുന്നത് യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് ടി.പി. അഷ്റഫ് അലി. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ അഷ്റഫ് അലി. ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. ശ്രീ അഷ്റഫ് അലി, ഈ കേരളം ഒട്ടാകെ കാലവർഷം തിമിർത്തു പെയ്യുന്നു, കാലവർഷക്കെടുതികൾ വരുന്നു. പക്ഷേ മഴയെ വെല്ലുന്ന ചൂടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മുന്നണി പ്രവേശനത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്ന ഒരാൾ ആ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് മാധ്യമങ്ങളോട് പറയുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തുന്നു. ഈ സാഹചര്യത്തെയൊക്കെ ലീഗ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് പി.വി. അൻവറിനെ അനുനയിപ്പിക്കാൻ ലീഗ് ഇത്രയേറെ ഇടപെട്ടൊരു സാഹചര്യത്തിൽ. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ കാലവർഷം വളരെ നേരത്തെ എത്തി. പല സ്ഥലങ്ങളിലും അതിൻ്റെ കെടുതികൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളും എല്ലാം ചേർന്ന് നമ്മുടെ നാട്ടുകാരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത്തരം എല്ലാ പ്രവർത്തനങ്ങളെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളൊക്കെയും അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവേണ്ടവരാണ്. അതോടൊപ്പം തന്നെയാണ് ഒരുപക്ഷെ ഉണ്ടായേക്കാവില്ല എന്ന് വിചാരിച്ച ഒരു തെരഞ്ഞെടുപ്പ് വളരെ പെടുന്നതിനെ വന്ന് നമുക്ക് മുൻപാകെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയപരമായി നേരത്തെ തന്നെ ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചതാണ്. 3 മാസം മുൻപ് തന്നെ പ്രാദേശികമായ ഒരുക്കങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തി. പിന്നീട് അതിനിടക്കാണ് പഹൽഗാം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീതിയിലേക്ക് എത്തി. വളരെ പെടുന്നതിന് തെരഞ്ഞെടുപ്പ് വന്നു. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ഗ്രൗണ്ട് വർക്കുകളുടെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാക്കി വരികയാണ്. രാഷ്ട്രീയപരമായി കേരളം ഏറെ ചൂട് പിടിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നിലവിൽ MLA ആയിരുന്ന പി.വി. അൻവർ രാജിവെച്ചതും അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയർത്തിയ വലിയ ആരോപണങ്ങളുമെല്ലാമാണ്. ആ ആരോപണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 9 വർഷമായി UDF ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന ആരോപണങ്ങളാണ്. അത് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു MLA പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയെ പോലെ കൊണ്ടു നടന്ന ഒരു MLA ഉച്ചത്തിൽ പറഞ്ഞപ്പോഴുള്ള വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചത് മൂലമാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം വളരെ ശക്തമാണ്, വളരെ കോൺഫിഡൻ്റ് ആണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാധാരണ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടുകൾ പോലെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ പഞ്ചായത്തിലെ കൺവെൻഷനുകളെല്ലാം ഇന്നലത്തോടു കൂടി പൂർത്തീകരിച്ചു. ഇന്ന് 263 ബൂത്തുകളാണ് നിലമ്പൂരിലുള്ളത്. ആ 263 ബൂത്തിലും ബൂത്ത് ലെവൽ കൺവെൻഷൻ നടക്കുകയാണ്. അത്രത്തോളം വളരെ ശാസ്ത്രീയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം നേരിട്ട് തന്നെ നേതൃത്വം നൽകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റാണ് നിലമ്പൂരിലുമുള്ളത്. അത് തൃക്കാക്കരയിൽ ഉണ്ടായതുപോലെ, പുതുപ്പള്ളിയിൽ ഉണ്ടായതുപോലെ, പാലക്കാട് ഉണ്ടായതുപോലെ, ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷം കുറച്ചതുപോലെ UDFൻ്റെ ഒരു വലിയ മുന്നേറ്റത്തിന് തീർച്ചയായിട്ടും അത് കാരണമാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇടതുപക്ഷത്തിന് ഈ സമയം വരെ സ്ഥാനാർത്ഥിയെ ലഭിച്ചിട്ടില്ല. ഏകദേശം ഒരാഴ്ചയായി നോട്ടിഫിക്കേഷൻ വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കളമൊരുങ്ങിയിട്ട് ഇതുവരെ ഇലക്ഷനിലേക്കൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ ഓരോരോ പൊതുസ്വതന്ത്രരുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാവില്ല എന്നുള്ള ചോദിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പ്രചരണമൊക്കെ ആരംഭിക്കാൻ പോകുന്നു. ഇപ്പോൾ 5 ദിവസമാകുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ട്. മറ്റാർക്കും ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കണ്ടില്ല. അതുവരെ വളരെ ക്ലിയർ ആണ് UDFൻ്റെ ഓരോ നീക്കങ്ങളും, കോൺഗ്രസിൻ്റെ ഓരോ നീക്കങ്ങളും. പക്ഷേ അപ്പോഴും ഇപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം ഇവിടെ ഉണ്ടെന്ന് പറയുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നു. ഈ ഭരണത്തിന് മേലുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും സർക്കാരിനെതിരായ കാര്യങ്ങൾ നിലമ്പൂരിൽ ചർച്ചയാക്കാൻ UDFന് ഈ 5 ദിവസം കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? പി.വി. അൻവറിൽ തട്ടി ഓരോ ദിവസവും ഓരോരോ കോലാഹലങ്ങളായി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഉണ്ടെന്ന് കരുതുന്നു എന്നതല്ല. സർക്കാർ വിരുദ്ധ ജനവികാരം കേരളത്തിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും കണ്ടത്. ഇപ്പം നിലമ്പൂരിൽ തന്നെ ഈ അടുത്ത് കരുളായി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ 68 വോട്ടിന് വിജയിച്ച സ്ഥലത്ത്
398 വോട്ടിനാണ് 2 മാസം മുൻപ് ഞങ്ങൾ വിജയിച്ചത്. അത് ഈ പ്രദേശത്തും അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വാഭാവികമായും ലൈവായ ഒരു വിഷയത്തിന് അടിസ്ഥാനപ്പെടുത്തി ചർച്ചകളുണ്ടാകും. അത് സ്ഥാനാർത്ഥികൾ വരുന്നത് വരെ ഉണ്ടാകുന്നൊരു ചർച്ചകളാണ്. സ്വാഭാവികമായിട്ടും ആ ചർച്ചകളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴുകിക്കിടക്കുന്നത്. അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴും ഇടതുപക്ഷം ചിത്രത്തിലില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷം എവിടെ? ഇടതുപക്ഷത്തിന് ഇവിടെ നിന്ന് വളരെ പ്രമുഖരായ നേതാക്കന്മാരുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ ഒരു സംവിധാനമുള്ളൊരു മണ്ഡലത്തിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രരെ തേടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം ആണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ ആവട്ടെ എന്ന ചർച്ചയാണ് നടക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ ആണെങ്കിൽ അവർ മുസ്ലിമിനിടെ എന്ന രീതിയിൽ ചർച്ചയാണ് നടക്കുന്നത്. ഈ വിധത്തിലേക്ക് ജാതി തിരിച്ച്, മതം തിരിച്ച് സ്ഥാനാർത്ഥിയെ കാണുന്നതിന് വേണ്ടിയുള്ള ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്തോ BJP മത്സരിക്കാനേ ഇല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന അവരുടെ പുതിയ പ്രസിഡന്റ് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഇവിടെ ലഭിക്കുന്ന ഏറ്റവും ചെറിയ വോട്ടായ 6000-നും 7000-നും ഇടയിലുള്ള വോട്ട് BJP എവിടെ കൊടുക്കുമെന്നുള്ള ചർച്ചയാണ്. ഇത് ഒക്കെ സൂചിപ്പിക്കുന്നത് BJPയും CPM-ഉം തമ്മിൽ ഇവിടെ കാലങ്ങളായി ഉണ്ട് എന്ന് ഞങ്ങളൊക്കെയും നിരന്തരം ആവശ്യപ്പെടുന്ന, തൃശ്ശൂർ പൂരം കലക്കിയതോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു മുന്നണിയുടെ ഒരു 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. 1ാം ഘട്ടം നമ്മൾ കണ്ടത് പാലക്കാടാണ്. CJP എന്ന് ഞങ്ങൾ പേരിട്ട് വിളിച്ച കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ 2ാം ഘട്ടം നിലമ്പൂരിൽ കാണാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് BJP അവരുടെ തോളിൽ നിന്നും ആ ചുമട് മെല്ലെ BDJS-ന് നീക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അങ്ങനെ ഇടതുപക്ഷവും BJPയും സ്ഥാനാർത്ഥിയെ ലഭിക്കാതെ ഉഴഞ്ഞുമറിയുമ്പോഴാണ് PV അൻവർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച ആ ചോദ്യം ഉണ്ടാകുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി ഏതെല്ലാമാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന് തെളിയുന്നതോടുകൂടി UDF അതിൻ്റെ ശക്തമായ പ്രയാണം പോകും. സർക്കാരിനെ കൃത്യമായി ഇവിടെ വിലയിരുത്തും. ക്ഷേമ പദ്ധതികളിൽ നിന്നും ഒളിച്ചോടിയ സർക്കാരിനെ ഞങ്ങൾ വിലയിരുത്തും. ഇവിടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കൊട്ടിഘോഷിക്കപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളെ വിലയിരുത്തും. നിലമ്പൂരിൽ പ്രത്യേകിച്ചും സംഭവിച്ചിട്ടുള്ള കഴിഞ്ഞ 9 വർഷത്തെ വികസന മുരടിപ്പ് അത് ഇവിടെ വ്യക്തമായി ഞങ്ങൾ വിലയിരുത്തപ്പെടും. അങ്ങനെ എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ മേൽക്കൈ ഉണ്ടാകുന്ന, വലിയ വിജയം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. വ്യക്തമാണ്. ശ്രീ അഷ്റഫ് അലി, അപ്പോഴും ഇന്ന് ഒരുപക്ഷെ PV അൻവറിന്റെ തൃണമൂൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. കാരണം ഇന്നലത്തെ നേതൃയോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പറ്റം നേതാക്കൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചെന്ന് പറയുന്നു. പലയിടത്തും അൻവറിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയരുന്നുണ്ട്. ഈ PV അൻവറുമായിട്ട് ഇനി UDFിന് എന്തെങ്കിലും സമവായ സാധ്യതയുണ്ടോ? അല്ല, UDF ഇന്നലെ അതിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവും UDF കൺവീനറും പ്രതിപക്ഷ ഉപനേതാവും എല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് PV അൻവർ അനാവശ്യമായി സംസാരിച്ച സംസാരങ്ങൾ പിൻവലിക്കണം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് UDFിൻ്റെ ചെയർമാൻ VD സതീഷിനെതിരെ അദ്ദേഹം അനാവശ്യമായി ഉന്നയിച്ച ആരോപണങ്ങൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തിയതിനു ശേഷവും ആര്യടൻ ഷൗക്കത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ, ഇവയെല്ലാം പിൻവലിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി UDFിൻ്റെ കൂടെ നിന്നുകൊണ്ട് PV അൻവർ തന്നെ ഉയർത്തിപ്പിടിച്ച പിണറായിസം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ദുരിതമനുഭവിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരണമോ, അതല്ല ആ പിണറായിസത്തെ സഹായിക്കുന്ന രൂപത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് അൻവർ പോകണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് PV അൻവറാണ്. ആ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുന്നത് അനുസരിച്ച് UDF അതിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകും. ഇവിടെ നമുക്കറിയാമല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ചെയ്തികളെക്കുറിച്ചാണ് അൻവർ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. UDFുമായി അദ്ദേഹത്തിനുള്ളത് ചില കാര്യങ്ങളിലുള്ള തർക്കങ്ങൾ മാത്രമാണ്. ആ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചാൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ UDF ഉന്നയിച്ചതാണ്. UDF അതിനോട് രാഷ്ട്രീയപരമായി ഞങ്ങൾ ചേർന്ന് നിന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുമിച്ച് ഈ ഇലക്ഷനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതുകൊണ്ട് അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമീപനങ്ങൾ മാറ്റിവെച്ച് UDFുമായി ചേർന്ന് ശക്തമായി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് UDFിന്റെ ഭാഗത്ത് ശ്രീ അഷ്റഫ് അലി, ഒരൊറ്റ കാര്യം കൂടി. ഇന്നലെ K മുരളീധരൻ അദ്ദേഹം നടത്തിയ പ്രസ്താവന അനുസരിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി 35,000 വോട്ടുകൾക്ക് മിനിമം ജയിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ PV അൻവർ കഴിഞ്ഞ 15 വർഷമായിട്ട് നിലമ്പൂരിന്റെ ഒരു മുഖമാണ്. സർക്കാരിനെതിരായ പരാമർശങ്ങളൊക്കെ നടത്തി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടയാളാണ്. PV അൻവർ ഇനിയിപ്പോൾ ഒരു സ്വതന്ത്രരായി മത്സരിക്കുകയാണെങ്കിൽ പോലും അത് പാർട്ടിയെ, മുന്നണി സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും, ഏതെങ്കിലും തരത്തിലൊരു തലവേദനയാകും, അങ്ങനെയുണ്ടോ? ഒരിക്കലുമില്ല. PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഇടതുപക്ഷവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുകയും അവിടുത്തെ പ്രവർത്തകരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ബന്ധങ്ങൾ ഇടതുപക്ഷത്താണ്.
ആ ഇടതുപക്ഷത്തിൽ നിന്നും 1% വോട്ട് PV അൻവർ പിടിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് UDFന്റെ നെഗറ്റീവ് വോട്ടുകളും അദ്ദേഹത്തിന് ലഭിക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. UDFന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയേ അതുകൊണ്ട് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PV അൻവർ മത്സരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഭീഷണിയല്ല. അത് UDFന് കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ള രാഷ്ട്രീയപരമായ വിലയിരുത്തലാണുള്ളത്. ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലാത്ത ചില വോട്ടുകൾ കൂടി അൻവർ പിടിക്കുന്നതോടുകൂടിയും ഈ CPMന്റെ ഉൾപ്പെടെയുള്ള കേഡർ വോട്ടുകളൊക്കെയും അൻവർ സമാഹരിക്കുന്നതോടുകൂടിയും തീർച്ചയായിട്ടും അത് UDFന് ഗുണം ചെയ്യും. കെ മുരളീധരൻ പറഞ്ഞ 35,000 ഭൂരിപക്ഷത്തിലേക്ക് തീർച്ചയായും അത് എത്തുമെന്നുള്ള കാൽക്കുലേഷൻ ഞങ്ങൾക്കുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ TP അഷ്റഫ് അലി, നമുക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി പങ്കുവച്ചതിന്. എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുവാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.